ശശി തരൂർ MP എന്തായാലും കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകാൻ സ്വയം തീരുമാനിച്ച മാതിരിയും ആ വാതിൽ തള്ളി തുറന്ന് ആ കൂടാരത്തിൽ നിന്ന് പുറത്തു പോകാനും തീരുമാനിച്ച പോലെയാണ് നമുക്കെല്ലാം ഇപ്പോൾ മനസ്സിലാകുന്നത്. അനവസരത്തില് ഇന്ദിരാഗാന്ധിയെയും മകൻ സഞ്ജയ് ഗാന്ധിയെയും അടിയന്തരാവസ്ഥയുടെ പേരിൽ വേണ്ടുവോളം കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു ലേഖനം ദീപികയിൽ എഴുതി പുറത്തു വന്നിരിക്കുന്നു എന്നാണ് വാർത്ത. എന്താണ് ഈ 2025 1975-77 കാലഘട്ടത്തിൽ നടന്ന അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന സംഭവങ്ങളെ ഇപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ എന്താണ് കാരണമെന്ന് നമുക്കറിയില്ല. അത് മറ്റെന്തോ ആരുടെയോ താല്പര്യം അതിനകത്തുണ്ടെന്ന് മാത്രമല്ല, ഈ ലേഖനം പുറത്തു വന്നപ്പോൾ തന്നെ അതിനെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് BJP രംഗത്ത് വന്നു കഴിഞ്ഞു എന്നുള്ളതും നമ്മൾ കാണേണ്ട കാര്യമാണ്. ശശി തരൂർ ഇതിനു മുമ്പും പലതവണ ഈ കോൺഗ്രസ് പാർട്ടിയെ കുഴപ്പത്തിൽ ചെന്ന് ചാടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് പുതുമയുള്ള കാര്യമല്ല. ഇപ്പോൾ എന്തിനാണ് ഈ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന സംഭവങ്ങളെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്? ഇത് ആരെ പ്രീണിപ്പിക്കാനാണ്, ആരെ സന്തോഷിപ്പിക്കാനാണ് എന്ന് നമുക്കറിയില്ല. എന്തായാലും BJP ഉടനെ തന്നെ കയറി ഇതിൽ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചരിത്ര സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തിയതിൽ നന്ദി അറിയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, 2 ദിവസം മുമ്പ് പുറത്തുവിട്ട ഒരു സർവേ, മുംബൈ ബേസ്ഡായ ഒരു വോട്ടേഴ്സ് വൈബ് എന്നുള്ള ഒരു സംഘടന നടത്തിയ കേരളത്തിലെ 2026 ആര് വിജയിക്കും എന്ന് കാണിക്കുന്നതിന് ഒരു സർവേ നടത്തി. അതൊരു കൃത്രിമ സർവേ ആണെന്ന് പറയപ്പെടുന്നു. അത്തരം ഒരു സർവേ നടത്തിയതിന് പിന്നിൽ ശശി തരൂരാണെന്ന് പോലും ആക്ഷേപം ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. തന്നെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി നടത്തിയ സർവേ ആണെന്ന് പറഞ്ഞ് കോൺഗ്രസിലെ പലരും മുന്നോട്ട് വന്നിരിക്കുന്നു, പല നേതാക്കളും മുന്നോട്ട് വന്നിരിക്കുന്നു. അത്രേ കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചാൽ മുഖ്യമന്ത്രിയാകേണ്ടത് ശശി തരൂരാണെന്ന് അത്രേ 27% ആൾക്കാരും ആഗ്രഹിക്കുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്ന ആ സർവേ സൂചിപ്പിക്കുന്നത്. അത്രേ VD സതീശനെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ശശി തരൂർ മുന്നോട്ട് വന്നു പറഞ്ഞാൽ ഏത് കണ്ണുപൊട്ടനും അത് വിശ്വസിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. എന്തായാലും ഈ തരത്തിൽ പോയി കഴിഞ്ഞാൽ ശശി തരൂരിന് കോൺഗ്രസ് പാർട്ടിയിൽ അധികകാലം തുടരാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എത്ര ജനാധിപത്യമുണ്ടെന്ന് പറഞ്ഞാലും ഒരു പാർട്ടിക്കും ഇത്തരത്തിൽ അച്ചടക്കരഹിതമായി പെരുമാറുന്ന ഒരു നേതാവിനെ വെച്ച് കുറെ കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം എപ്പോൾ നോക്കിയാലും മോദി സ്തുതിയും മോദി ഗവൺമെന്റിനെ സ്തുതിച്ചുകൊണ്ടും സ്വന്തം പാർട്ടിയെ എതിർത്തിക്കൊണ്ടും സംസാരിക്കുന്ന ഒരാളെ വെച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? വിശ്വപൗരനായിരിക്കാം, വലിയ തോതിൽ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളായിരിക്കാം. പക്ഷെ സാധാരണക്കാരന്റെ വീട്ടിലെ പ്രശ്നങ്ങളോട് അല്ലെങ്കിൽ സാധാരണ ജനത്തിന്റെ പ്രശ്നങ്ങളോട് നിത്യവും പെരുമാറാനും അവന്റെ കാര്യങ്ങളിൽ ഇടപെടാത്ത ഒരു നേതാവിനെ എങ്ങനെയാണ് ഇവിടുത്തെ ജനം മുഖ്യമന്ത്രിയായിട്ട് അല്ലെങ്കിൽ അവരോധിക്കുക? അത് ചിന്തിക്കാൻ പറ്റില്ല കേരളത്തിലുള്ള ജനങ്ങൾക്ക്. അതിനി കോൺഗ്രസ് പാർട്ടി ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും മറ്റേത് പാർട്ടി ആയാലും സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ അല്ലാതെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരു മന്ത്രി സ്ഥാനം ചിലപ്പോൾ കൊടുത്തെന്നിരിക്കും. വലിയ എക്സിക്യൂട്ടീവ് പവറിലൊക്കെ ഇരുന്ന, അഡ്മിനിസ്ട്രേറ്റീവ് പവറിലൊക്കെ ഇരുന്ന ഒരാൾക്ക് ഒരു പക്ഷെ ഒരു മന്ത്രിസ്ഥാനം എന്നെ കൊടുത്തുകൊണ്ട് അതിന് വലിയ തന്റെ കഴിവൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്നിരിക്കും. പക്ഷെ അടിസ്ഥാനപരമായി ഒരു മുഖ്യമന്ത്രി ആകണമെങ്കിൽ, ഒരു നാടിനെയൊക്കെ തൊട്ടറിയണമെങ്കിൽ അതിൻ്റെതായ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു പരിചയം വേണം. അതില്ലാതെ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ്സുകാരല്ല, ആരും തന്നെ വിചാരിക്കുന്നില്ല ശശി തരൂർ ഒരു നല്ല മുഖ്യമന്ത്രി ആയിരിക്കണം. കോൺഗ്രസ് അല്ലേ ഇതും ഇതിലപ്പുറവും നടക്കും, ഏത് ബാണവും വെച്ച് കയറാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് മറ്റു പാർട്ടികൾ കോൺഗ്രസിനെ കളിയാക്കുന്നത്. അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. നന്ദി, നമസ്കാരം.